ഹായ് ട്രെയിനീസ്, ഈ സെഷനിൽ നമ്മൾ PWM MPPT ചാർജ് കൺട്രോളറുകൾ തുറക്കാനും മെക്കാനിസം മനസ്സിലാക്കാൻ വയേർഡ് ഘടകങ്ങൾ തിരിച്ചറിയാനും പഠിക്കും. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഒരു ചാർജ് കൺട്രോളറിൻ്റെ പൊതുവായ ഘടകങ്ങൾ അറിയാനും PWM ചാർജ് കൺട്രോളറിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാനും MPPT ചാർജ് കൺട്രോളറിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാനും PWM MPPT ചാർജ് കൺട്രോളറുകൾക്കുള്ളിലെ ഘടകങ്ങളുടെ അസംബ്ലി വിലയിരുത്താനും കഴിയും. സോളാർ ചാർജ് കൺട്രോളറിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സൂര്യപ്രകാശത്തെ DC ഇലക്ട്രിക് ചാർജാക്കി മാറ്റാൻ ഫോട്ടോ വോൾട്ടൈക് മൊഡ്യൂളുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ബാറ്ററികളിൽ DC സംഭരിക്കുന്നതിന് സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം വൈകുന്നേരം തെരുവ് വിളക്കുകൾ സ്വയമേവ ഓണാകുന്നു. ചുരുക്കത്തിൽ, സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാനും ബാറ്ററി അമിതമായി ചാർജ് ചെയ്യുന്നത് തടയാനും ഒരു സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നു. സോളാർ പാനലുകളിൽ നിന്നുള്ള വോൾട്ടേജും കറണ്ടും ബാറ്ററിയിലേക്ക് നയിക്കുകയും രാത്രിയിൽ റിവേഴ്സ് ഫ്ലോ നിർത്തുകയും ചെയ്യുന്നതിനാൽ ഇത് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കൺട്രോളർ എന്നും അറിയപ്പെടുന്നു. ചാർജ് കൺട്രോളർ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷനുകൾ. ഇവയ്ക്കായി ഹോം സിസ്റ്റം PV മൊഡ്യൂൾ ഉപയോഗിക്കുന്നു. ചാർജ് കൺട്രോളറും സോളാർ PV ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ മറ്റ് ഘടകങ്ങളുമായുള്ള അതിന്റെ കണക്ഷനുകളും ഇവിടെ കാണിച്ചിരിക്കുന്നു. ചാർജ് കൺട്രോളറിന്റെ പൊതുവായ ഘടകങ്ങൾ നോക്കാം. ഇതിന് 2 ബാറ്ററി ഇൻപുട്ട് ടെർമിനലുകൾ, 2 സോളാർ പാനൽ ഇൻപുട്ട് ടെർമിനലുകൾ, 2 ലോഡ് ടെർമിനലുകൾ എന്നിവയുണ്ട്. ലൈറ്റുകൾ അല്ലെങ്കിൽ സോളാർ ഗ്രിഡ് ടൈ ഇൻവെർട്ടറുകൾ പോലുള്ള വിവിധ DC ലോഡുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ളതാണ് ലോഡ് ടെർമിനലുകൾ. LCD സ്ക്രീൻ, USB ഔട്ട്പുട്ട്, ഇൻപുട്ട് ടെർമിനലുകൾ, ഇഞ്ചക്ഷൻ പോർട്ട്, പ്ലാസ്റ്റിക് ഷെൽ, അയൺ ബാക്ക് പ്ലേറ്റ് എന്നിവയാണ് PWM ചാർജ് കൺട്രോളറിന്റെ ബാഹ്യഘടകങ്ങൾ. PWM ചാർജ് കൺട്രോളറിന്റെ PCB ഇതാണ്: ആർഡുയിനോ നാനോ, PMOSFET, പവർ ഡയോഡ്, ബക്ക് കൺവേർട്ടർ, ടെമ്പറേച്ചർ സെൻസർ, കറണ്ട് സെൻസർ, TVS ഡയോഡ്, ട്രാൻസ്മിറ്ററുകൾ, റെസിസ്റ്ററുകൾ, സെറാമിക് കപ്പാസിറ്ററുകൾ, LCD, RGB LED, ബൈ കളർ LED, ജമ്പർ വയറുകൾ അല്ലെങ്കിൽ വയറുകൾ, ഹെഡർ പിന്നുകൾ, ഹീറ്റ് സിങ്കുകൾ, ഫ്യൂസ് ഹോൾഡർ, ഫ്യൂസുകൾ, പുഷ് ബട്ടൺ, സ്ക്രൂ ടെർമിനലുകൾ, PCB സ്റ്റാൻഡ് ഓഫുകൾ, USB സോക്കറ്റ് എന്നിവയാണ്. MPPT ചാർജ് കൺട്രോളറിന്റെ ഘടകങ്ങൾ LT3652 ഡ്രൈവർ, കപ്പാസിറ്ററുകൾ 2 പീസ്, ഗ്രീൻ LED, ഓറഞ്ച് LED, 220K റെസിസ്റ്റർ, 330K റെസിസ്റ്റർ, 200K റെസിസ്റ്റർ, 68UH ഇൻഡക്ടർ, 1 UF കപ്പാസിറ്റർ, 100 UF കപ്പാസിറ്റർ 2 പീസ്, 2K PCകളും ബാരൽ സോക്കറ്റും. നമുക്ക് PWM കൺട്രോളർ ഓപ്പൺ ചെയ്യാം. ആവശ്യമായ ഉപകരണങ്ങൾ PWM കൺട്രോളറും സ്ക്രൂ ഡ്രൈവറുമാണ്. PWM കൺട്രോളർ തുറക്കാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക. മെക്കാനിസം മനസ്സിലാക്കാൻ വയർ ചെയ്ത ഘടകങ്ങൾ തിരിച്ചറിയുക. നമുക്ക് MPPT കൺട്രോളർ ഓപ്പൺ ചെയ്യാം. ആവശ്യമായ ഉപകരണങ്ങൾ MPPT കൺട്രോളറും സ്ക്രൂ ഡ്രൈവറുമാണ്. MPPT കൺട്രോളർ തുറക്കാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക. മെക്കാനിസം മനസ്സിലാക്കാൻ വയർ ചെയ്ത ഘടകങ്ങൾ തിരിച്ചറിയുക. PCB, ഘടകങ്ങൾ, സർക്യൂട്ട് മുതലായവ താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക.
PWM MPPT ചാർജ് കൺട്രോളറുകൾ തുറക്കുന്നതിനും മെക്കാനിസം മനസ്സിലാക്കാൻ വയർ ചെയ്ത ഘടകങ്ങളെ തിരിച്ചറിയുന്നതും ഈ വിഷയത്തിൻ്റെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർജ് കൺട്രോളറിൻ്റെ പൊതുവായ ഘടകങ്ങൾ അറിയാനും PWM ചാർജ് കൺട്രോളറിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാനും MPPT ചാർജ് കൺട്രോളറിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാനും PWM MPPT ചാർജ് കൺട്രോളറുകൾക്കിടയിലെ ഘടകങ്ങളുടെ അസംബ്ലി വിലയിരുത്താനും കഴിയും.